ശ്രീനിവാസൻ മലയാള സിനിമയിലെ ചിരിപ്പിക്കുന്ന ചിന്തകൻ. മലയാള സിനിമയിലെ ചിരിയുടെയും ചിന്തയുടെയും കുലപതിയായ ശ്രീനിവാസൻ്റെ വിയോഗം ഒരു വലിയ യുഗത്തിൻ്റെ അന്ത്യമാണ് അടയാളപ്പെടുത്തുന്നത്. കേവലം ഒരു നടൻ എന്നതിൽ ഉപരി മലയാളിയുടെ മധ്യവർഗ ജീവിതത്തെയും രാഷ്ട്രീയ ബോധ്യങ്ങളെയും ഇത്രത്തോളം ആഴത്തിൽ പരിഹസിക്കുകയും വിശകലനം ചെയ്യുകയും ചെയ്ത മറ്റൊരു ചലച്ചിത്ര പ്രതിഭ മലയാളത്തിലില്ല. മലയാള ചലച്ചിത്ര ലോകത്ത് തൻ്റേതായ ഇടം വെട്ടിത്തുറന്ന അതുല്യ പ്രതിഭയായിരുന്നു ശ്രീനിവാസൻ. നടൻ, തിരക്കഥാകൃത്ത്, സംവിധായകൻ, നിർമ്മാതാവ് എന്നീ നിലകളിൽ 5 പതിറ്റാണ്ടോളം അദ്ദേഹം സിനിമയിൽ സജീവമായിരുന്നു. സാധാരണക്കാരൻ്റെ ഭാഷയിൽ ഗൗരവമേറിയ വിഷയങ്ങൾ ഹാസ്യത്തിൻ്റെ മേമ്പടിയോടെ അവതരിപ്പിക്കുക എന്നതായിരുന്നു അദ്ദേഹത്തിൻ്റെ ശൈലി. ദാരിദ്ര്യവും തൊഴിലില്ലായ്മയും രാഷ്ട്രീയ കാപട്യങ്ങളും അദ്ദേഹത്തിൻ്റെ തൂലികയിലൂടെ ചിരിക്കുവാനുള്ള വകയായി മാറുമ്പോഴും അവ പ്രേക്ഷകനെ ആഴത്തിൽ ചിന്തിപ്പിക്കുകയും ചെയ്തു. കണ്ണൂർ ജില്ലയിലെ പാട്യത്ത് ജനിച്ച ശ്രീനിവാസൻ ചെന്നൈ ഫിലിം ഇൻസ്റ്റിറ്റ്യൂട്ടിലെ പഠനത്തിന് ശേഷമാണ് സിനിമയിൽ എത്തുന്നത്. P.A. ബക്കറിൻ്റെ മണിമുഴക്കം എന്ന ചിത്രത്തിലൂടെയായിരുന്നു അത്രേ അദ്ദേഹത്തിൻ്റെ അരങ്ങേറ്റം. എന്നാൽ സത്യൻ അന്തിക്കാടുമായുള്ള കൂട്ടുകെട്ടാണ് ശ്രീനിവാസനിലെ തിരക്കഥാകൃത്തിനെ വളർത്തിയത്. നാടോടിക്കാറ്റ്, ഗാന്ധിനഗർ സെക്കൻഡ് സ്ട്രീറ്റ്, വരവേൽപ്പ് തുടങ്ങിയ ചിത്രങ്ങൾ ഇന്നും മലയാളികളുടെ പ്രിയപ്പെട്ടവയായി തുടരുന്നത് ആ തൂലികയുടെ കരുത്തുകൊണ്ടാണ്. ആക്ഷേപഹാസ്യത്തിൻ്റെ തമ്പുരാനായിരുന്നു ശ്രീനിവാസൻ. മലയാളിക്ക് സ്വയം കണ്ടു ചിരിക്കാൻ ഒരു കണ്ണാടി ഒരുക്കുകയായിരുന്നു ശ്രീനിവാസൻ ചെയ്തത്. സന്ദേശം എന്ന ചിത്രം ഇതിന് ഉത്തമ ഉദാഹരണമാണ്. അന്ധമായ രാഷ്ട്രീയ വിരോധവും പ്രായോഗികത ഇല്ലാത്ത തത്വചിന്തകളും ഒരു കുടുംബത്തെ എങ്ങനെ ബാധിക്കുന്നു എന്ന് ആ സന്ദേശം എന്ന സിനിമ തുറന്നുകാട്ടി. പോളണ്ടിനെക്കുറിച്ച് ഒരക്ഷരം മിണ്ടരുത് എന്നതുപോലുള്ള സംഭാഷണങ്ങൾ ഇന്നും രാഷ്ട്രീയ ചർച്ചകളിൽ മുഴങ്ങിക്കേൾക്കുന്നു. ശ്രീനിവാസൻ നിരവധി അനശ്വര കഥാപാത്രങ്ങളെ നമ്മൾ പ്രേക്ഷകർക്ക് സമ്മാനിക്കുകയും ചെയ്തു. വടക്കുനോക്കിയന്ത്രം, ചിന്താവിഷ്ടയായ ശ്യാമള എന്നീ ചിത്രങ്ങളിലൂടെ സംവിധായകൻ എന്ന നിലയിലും അദ്ദേഹം മുദ്ര പതിപ്പിച്ചു. ഈ 2 ചിത്രങ്ങളും മനുഷ്യ മനഃശാസ്ത്രത്തെയും കുടുംബ ബന്ധങ്ങളെയും വളരെ തന്മയത്വത്തോടെയാണ് കൈകാര്യം ചെയ്തത്. നായകൻ എന്നാൽ ഇങ്ങനെയൊക്കെ ആയിരിക്കണം എന്ന സങ്കല്പത്തെ തൻ്റെ രൂപം കൊണ്ടും അഭിനയ ശൈലി കൊണ്ടും അദ്ദേഹം തിരുത്തിക്കുറിച്ചു. മലയാള സിനിമയിലെ സൂപ്പർ താരങ്ങളായ മമ്മൂട്ടി, മോഹൻലാൽ എന്നിവർക്കൊപ്പം നിൽക്കുമ്പോഴും സ്വന്തമായൊരു വ്യക്തിത്വം നിലനിർത്താൻ അദ്ദേഹത്തിന് സാധിച്ചു. ശ്രീനിവാസൻ്റെ വിയോഗം മലയാള സിനിമയ്ക്ക് നികത്താനാവാത്ത നഷ്ടമാണ്. അദ്ദേഹം സൃഷ്ടിച്ച കഥാപാത്രങ്ങളും എഴുതിയ സംഭാഷണങ്ങളും മലയാളികളുടെ നിത്യജീവിതത്തിൻ്റെ ഭാഗമാണ്. കാപട്യങ്ങളെ ചോദ്യം ചെയ്യുവാനും കഷ്ടപ്പാടുകൾക്കിടയിലും ചിരിക്കുവാനും അദ്ദേഹം നമ്മെ പഠിപ്പിച്ചു. ഭൗതികമായ അദ്ദേഹം വിടവാങ്ങിയെങ്കിലും ആ ചിരിയും ചിന്തകളും മലയാള സിനിമ ഉള്ളിടത്തോളം കാലം നിലനിൽക്കും. അതുകൊണ്ട് തന്നെ ചിരിയുടെയും ചിന്തയുടെയും കുലപതിയായ ശ്രീനിവാസൻ്റെ വിയോഗം ഒരു വലിയ യുഗത്തിൻ്റെ അന്ത്യമായി തന്നെ കണക്കാക്കാം.